ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടെ നല്ല മഴയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് സച്ചിയെയും രേവതിയെയും വിളിച്ചുകൊണ്ട് പറയും, വർഷം നമുക്ക് സർപ്രൈസ് തന്ന ഒന്നല്ല, അവൾക്ക് പ്രസവിക്കാൻ പേടിയാണ്. ആ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടാണ് അന്ന് ഡാൻസ് കളിച്ചതും പപ്പായ ജ്യൂസ് കഴിച്ചതും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സച്ചി പറയും, അവൾക്ക് എന്താ ഭ്രാന്താണോ, കൊച്ചു കുട്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? നീ അവളോട് സംസാരിച്ചില്ലേ ശ്രീകാന്ത് എന്ന് ചോദിക്കുമ്പോൾ, സംസാരിച്ചു ചേട്ടാ, അവൾക്ക് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ല, അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ കുഞ്ഞിനെ കളയും. ഏടത്തിയുടെ ഒക്കെ ഒരു കണ്ണ് എപ്പോഴും വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്തിനെ നല്ല ആശ്വസിപ്പിക്കാൻ കേട്ടോ. എൻ്റെ ശ്രീകാന്തേ, ഇക്കാര്യം ആദ്യം അവൾ മാത്രമായിരുന്നല്ലോ അറിഞ്ഞത്, ഇപ്പൊ നമ്മളെല്ലാരും അറിഞ്ഞില്ലേ, ഇനി നീ ഒന്നും പേടിക്കണ്ട, അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അതൊക്കെ പറയാനേ പറ്റത്തുള്ളൂ ചേച്ചി. ശ്രീകാന്തേ, നീ പേടിക്കണ്ട, ഇനി എന്നും അവൾ എൻ്റെ കയ്യിലല്ലേ, ഞാൻ അവളെ പൊന്നുപോലെ നോക്കത്തില്ലേ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചി പറയും, ഇപ്പോഴും എനിക്കൊരു ആശ്വാസമായതെന്ന്. അപ്പോഴേക്കും സുതി ബാക്കിൽ നിന്ന് എന്ന് വിളിക്കാട്ടോ. എന്താടാ എന്ന് സച്ചി ചോദിക്കുമ്പോൾ, രണ്ടുപേരും ഇങ്ങ് വന്നേന്ന് പറയും. വാ തുറന്ന് പറ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, നിങ്ങളെ രണ്ടുപേരെയും എന്തിനോ വിളിക്കുന്നുണ്ട്, ഒന്ന് ചെന്ന് നോക്കിക്കേന്ന്. അങ്ങനെ ശ്രീകാന്തും നമ്മുടെ സച്ചിയും കൂടെ സുധിയുടെ അടുത്തേക്ക് പോവാണ്. എന്താന്ന് ചോദിക്കുമ്പോഴേക്കും, എൻ്റെ ശ്രീകാന്തേ, കൺഗ്രാറ്റുലേഷൻസ്, നീ എന്നെ കടത്തി വെട്ടിക്കളഞ്ഞു അല്ലേടാ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കും, ഇതിനാണോ വിളിച്ചു വരുത്തിയെന്ന്? അതിനല്ലടാ, ഇന്ന് നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസമല്ലേ, നമ്മുടെ അനിയൻ ഒരച്ഛനാവാൻ പോവല്ലേ, അതിന്റെ സന്തോഷം നമ്മൾ കാണിക്കണ്ടേ? എന്താ നിന്റെ ഉദ്ദേശം എന്ന് സച്ചി ചോദിക്കുന്ന നേരത്തെ നമ്മുടെ സുധി പറയും, ഞാൻ 3 ബീർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് എൻജോയ് ചെയ്താലോ എന്ന്. അപ്പോഴേക്ക് സച്ചി പറയും, വേണ്ട വേണേ, ഞങ്ങൾക്ക് ശ്രീകാന്ത് അച്ഛനാവുന്നതിലുള്ള സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ നിന്റെ കൂടെ വന്നാലേ ആ സന്തോഷം അങ്ങ് പോയി കിട്ടും. നീ അരക്കുപ്പി അടിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെ പറയും, അവൾ എന്നോട് കള്ളം പറഞ്ഞു, അവൾ എന്നെ ചതിച്ചു, അമ്മ അവളോട് മിണ്ടുന്നില്ല, ഇതൊന്നും കേട്ട് തല വെക്കാൻ ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറയും. ഇപ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ രണ്ടുപേരും വന്നേന്ന് പറയുമ്പോൾ, വേണ്ട ഞങ്ങൾക്കേ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ, നിങ്ങളില്ലേലും ഞാൻ സന്തോഷിക്കും, ഞാൻ വാങ്ങിയതല്ലേ ബീറ്, ഞാൻ പോയി കുടിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങ് പോവും. എന്നിട്ട് തിരികെ വന്നിട്ട് പറയും, എടാ നിങ്ങൾ വരുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ വാങ്ങിയ ആ കുപ്പിയുടെ പൈസ ഇങ്ങനെ തന്നാൽ എന്ന് പറയുമ്പോഴേക്കും സച്ചി ദേഷ്യം പിടിച്ച് മുട്ടുംകാലെടുത്തിട്ട് ചവിട്ടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് പോയിട്ട് വർഷയോട് സംസാരിക്കും, വർഷേ, ദൈവം തന്ന കുഞ്ഞിനെ നീ കളയരുത്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം വർഷേ, നീ അതിനെ നശിപ്പിക്കരുത് വർഷേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. മാറി ശ്രീകാന്തേ എന്ന് പറഞ്ഞിട്ട്, പ്ലീസ് വർഷേ, ദൈവം തന്ന കുഞ്ഞിനെ നീ ഇല്ലാതാക്കരുതേ, നീ എൻ്റെ കയ്യിൽ സത്യം ചെയ്യുന്ന പറഞ്ഞിട്ട് ശ്രീകാന്ത് തന്നെ വർഷയുടെ കൈയെടുത്ത് ശ്രീകാന്തിൻ്റെ കയ്യിൽ വെച്ചടിക്കുകയാണ് കേട്ടോ. അന്നേരം വർഷയ്ക്കാണെങ്കിൽ ദേഷ്യം പിടിച്ച് പോയി കിടക്കും. സച്ചി രേവതി ആണെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക അവർ കിടക്കുന്ന നേരം. അപ്പോൾ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വർഷ എന്തെങ്കിലും ചെയ്യും, നീ ഇന്നൊരു ദിവസം അവളുടെ അടുത്ത് പോയി കിടക്കുന്നു. അന്നേരമൊക്കെ നമ്മുടെ രേവതിക്കാണെങ്കിൽ അവർക്ക് കുഞ്ഞുണ്ടായില്ലല്ലോ, അതിൻ്റെ ഒരു ടെൻഷനാണ്. അന്നേരം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അവർക്ക് പെട്ടെന്ന് തന്നെ ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, നമുക്കോ റൂമില്ല, തൊട്ടിൽ കെട്ടാൻ പോലും ഒരു ഇടല്ല, അതുകൊണ്ട് വൈകുന്ന തന്നെയാ നല്ലതെന്ന്. ഇങ്ങനെ നമ്മുടെ സച്ചി നിർബന്ധിച്ച് രേവതിയെ വർഷയുടെ റൂമിലേക്ക് അയക്കുവാണ് കേട്ടോ. അങ്ങനെ വർഷയുടെ അടുത്ത് പോയിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അനിയത്തിയുടെ കൂടെ ഇന്ന് കിടക്കണം, ശ്രീകാന്ത് സച്ചിയേട്ടനോടൊപ്പം കിടന്നോന്ന്. അങ്ങനെ കുറച്ചു നേരം വർഷയെ ഉപദേശിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വർഷയ്ക്ക് പ്രസവിക്കാൻ പേടിയാണല്ലേ, ആ പേടിയെല്ലാം പതിയെ പതിയെ മാറിക്കോളും. ഞാൻ നിനക്കൊരു കഥ പറഞ്ഞേട്ടെ, എൻ്റെ അച്ഛൻ കുഞ്ഞിലെ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ട് കഥ പറയാൻ തുടങ്ങുവാണ്. അന്നേരം നമ്മുടെ വർഷയാണെങ്കിൽ കേട്ടുകൊണ്ട് നിൽക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.